ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് മഷ്റൂമാണ്. അമ്മ ഉണ്ടാക്കാൻ പോണേ. ഇത് ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ബ്ലോഗാണ്. ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കൂടി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നമുക്ക് ഇത് കാണിക്കാം. ഇതാണ് സാധനങ്ങൾ. ഇത് വെളുത്തുള്ളി, ഇത് വെളുത്തുള്ളി, മുളക്, തേങ്ങ അരച്ചത്, ഉള്ളി, തേങ്ങ ചിരണ്ടിയത്, ഉള്ളി, സവാള, കറിവേപ്പില, ഇത് മറ്റേ മഷ്റൂം ഞങ്ങൾക്ക് പിന്നെ പറമ്പിൽ നിന്ന് കിട്ടിയതാട്ടോ. ഇടി വെട്ടിയപ്പോൾ പോയിട്ട് എടുത്തിട്ട് അത് ഇത്തിരി ഉള്ളൂ, ഒരു നുള്ളു കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. എന്നാലും ഇത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തോരൻ പോലെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാനിത് ഏകദേശം കഴിച്ചിട്ട് ഞാൻ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് പഠിക്കുന്ന സമയത്ത് കഴിച്ചതാണ്. അതിനുശേഷം ഞാൻ കഴിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. ഇങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടിയത്. പിന്നെ നമ്മൾ ഞാൻ അപ്പുറത്ത് അരി വെച്ചിട്ടുണ്ട്. ഇപ്പം വിസിലടിക്കും കേട്ടോ. പിന്നെ അപ്പൂസ് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ പറമ്പിൽ. ഞങ്ങൾ മഷ്റൂമിന് ശരിക്കും പാക്കറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങില്ലേ, അങ്ങനെ വാങ്ങിയിട്ടുള്ളത് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ പറമ്പിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒക്കെ എല്ലാവരുടെയും ഇതിൽ പറമ്പിലൊക്കെ ഉണ്ടാവും. രാവിലെ ഒന്ന് ഇറങ്ങി നോക്കിയാലേ ചിലപ്പോൾ കാണും അല്ലേ. ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നീ ഉണ്ടാക്കുവോ? ഞാൻ പറഞ്ഞു തരാം. ചെയ്യുവോ? അതുപോലെ ആയിക്കോട്ടെ. അപ്പോൾ അപ്പൂസിന് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം കേട്ടോ. ഞാനിങ്ങനെ അടുത്ത് നിന്നിട്ട് ഓരോന്നൊക്കെ ചെയ്യും. ഇനി അപ്പൂസെ പറഞ്ഞോ എന്താ ചെയ്യാൻ പോണേ? ആദ്യം എന്താണ് ചെയ്യുന്നത്? എന്നാ ശരി, ആയിക്കോ. വിജയകരമായി ഗ്യാസ് കത്തിച്ചിരിക്കുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ചൂടായിട്ട് എണ്ണ ഒഴിക്കണം. എണ്ണയാണോ ഒഴിക്കേണ്ടത്? അത് കരുതി നമുക്ക് പാം ഓയിൽ ഒഴിച്ചാൽ മതി. പാം ഓയിൽ ഒഴിക്കാം. കണ്ടിട്ട് നെയ്യ് പോലെ ഇല്ലേ? നെയ്യ് തണുപ്പല്ലേ? തണുപ്പത്തിരുന്നിട്ട് ഇങ്ങനെ ഐസ് കട്ട പോലെയായി. ഇപ്പൊ കട്ട കുത്തി ഒഴിക്കാൻ വരട്ടെ. ചൂടായി കുറച്ച് മതി കേട്ടോ. ഓയിലൊന്നും അധികം കൂട്ടുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ കടുകും എടുത്തപ്പോൾ കടുക് അവിടെ എണ്ണ ചൂടാവുന്നുണ്ട്. ഒരു കഷ്ണം കടുക് ചൂടായാണ് അവിടെ. ചൂടായിട്ടുണ്ട്. നീനൊക്കെ ഇപ്പൊ ബോംബ് പൊട്ടുന്ന പോലെ കടുവോ. സവോള ഇട്ടു. കുക്കർ വിസിൽ വിജയകരമായി അടിച്ചിരിക്കുന്നു. ഇത് അളക്കണം, ഇല്ലെങ്കിൽ അടി കരി. രണ്ട് വിസിൽ മതി. നമ്മൾ റേഷനരി ആട്ടോ മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് 2 വിസിൽ അടിച്ചിട്ട് വാങ്ങി വെച്ചിട്ട് വാർത്തതേ നല്ല ചോറ് കിട്ടും. നല്ല ചോറ് ഇപ്രാവശ്യം കിട്ടിയേക്കണം. നല്ല അരി കേട്ടോ. ചുവന്നരി കുത്തരി. ഞാൻ ആദ്യമൊക്കെ കടയിൽ ചെന്നിട്ട് പറയുമായിരുന്നു, പിന്നെ ഏതരിയാണ് വേണ്ടേ എന്ന് ചോദിച്ചു. ചുവന്ന അരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ചുവന്ന അരിയോ? വേറെ ഏതൊക്കെ കളറുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ വെള്ള ചോദിക്കുന്നത് വേറെ കളറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇവിടെ പൂസേ ഞാൻ ഇളക്കിക്കോളാം. ഈ പിടികളില്ലെങ്കിൽ അങ്ങോട്ട് ഇളക്കണ്ട. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് സവാള ഒന്ന് വാടി വരണം. ഒരു കാപ്പിയോ അത് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മുറിയുന്നില്ല. ഇതിപ്പോൾ കൂണിൻ്റെയും കൂടെ അങ്ങ് വേവും. സവാള ഒന്നും കൂടെ ഇതൊന്ന് വാടിയാൽ മതി. ഇനി അടുത്ത് തന്നെ കറിവേപ്പില
ഇപ്പൊ ഇനി കരിവേപ്പില വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങ വറുത്തരച്ച് വെച്ച ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വറുത്ത് വയ്ക്കാൻ മാത്രം ഇല്ല ഇതിന്, അതുകൊണ്ടാണ് ആദ്യം ഈ ഒരു പിടി മാത്രമേ ഉള്ളൂ, ഒരു കൈക്കുമ്പിളി കൊള്ളാവുന്നത് മാത്രം. വെളുത്തുള്ളി ഞാൻ ചതച്ചാട്ട് വെച്ചേ. പച്ചമുളക് കഴിഞ്ഞാൽ പച്ചമുളക് കുറച്ച് എരിവ് കുറവുള്ള പച്ചമുളകായതുകൊണ്ട് കുറച്ചധികം ഇട്ടു. റെഡ് ഇട്ടാ മതി, റെഡ് ഒരു തുള്ളി മതി, റെഡ് ഇത്ര മതി. റെഡ് മുളക്, ഇത് ചുവപ്പ് മുളക്. ചുവപ്പ് മുളക് പൊടിയാണ് ഉദ്ദേശിച്ചത്. മുളക് പൊടിയില്ല, മുളക്. എന്റെ മഞ്ഞ അത് കണ്ടിട്ട് ഞാൻ ഇരുവില്ലാത്ത എന്റെ വലിയ അതിലെ അമ്മക്കൊക്കെ കുക്കിക്കായിലിട്ടിട്ട് ഇത് വരുന്നത്, അതുകൊണ്ടല്ലേ ഇത് വന്നത്. നീ ഇളക്കണം. ഫുൾ വെച്ചു. ഒരു സ്പൂൺ എടുത്ത് ചുപ്പിടും. ഞാനപ്പോ തന്നെ ഇളക്കാം. കുറച്ച് സവോള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ സവോള ഇങ്ങനെ വാടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വാടി കിട്ടുന്നു. പിന്നെ ചിലർ പറയുന്നത് അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ എണ്ണ വേഗം വലിക്കുന്നു. ഉപ്പല്ല അന്നമ്മ ചേച്ചി പറഞ്ഞത് വാടാൻ വേണ്ടി. അയ്യോ ചേച്ചി അല്ലാതെ അമ്മച്ചിയാണ്. നിനക്ക് അമ്മച്ചി, അന്നമ്മ ചേച്ചി അതിന്റെ യൂട്യൂബ് പേര്. അതെന്താ അന്നമ്മച്ചേടത്തി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ചാനലില്ലേ നമ്മുടെ വയനാട്ടിലെ അമ്മച്ചിയുടെ ചാനൽ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ നല്ല പെട്ടെന്ന് ഒരു കാപ്പി കളർ ആവുന്നു. ശരി, നല്ല കുക്കിംഗ് ആട്ടോ അമ്മച്ചിയുടെ. സൂപ്പർ. അമ്മച്ചി പറഞ്ഞിട്ട് ഞങ്ങള് എന്താണ്ടായി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി, ഒരു നുള്ള് മഞ്ഞപ്പൊടി കേട്ടോ, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി, പിന്നെന്താ പുളിയിഞ്ചി ഉണ്ടാക്കി, നാരങ്ങാച്ചി അച്ചാറുണ്ടാക്കി, പിന്നെന്തായിരുന്നു ഇഞ്ചി. അത് ഞാൻ പറഞ്ഞു പുളിയിഞ്ചി. ഇഞ്ചി കറിയല്ല, പുളിയിഞ്ചിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. കാരണം നമുക്ക് കൂണിട്ടിട്ട് ശരിക്കും പൊത്തി വെച്ച് വേവിക്കണം. കൂണ് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. ഇതിപ്പോ ഞങ്ങളിവിടെ വന്ന് ഒരു ദിവസം ഒരു മാസം വേണ്ട ഇത്രയും. ഇത് വലിയൊരു ടിൻ, ഇത് അത്ര ഉണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അധികം നാളിരിക്കും കേട്ടോ, കേടാവില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കറിയൊന്നുമില്ല, ജസ്റ്റ് ഒരു സാമ്പാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ആ ചമ്മന്തിപ്പൊടിയും കൂടെ കൂട്ടുമ്പോഴത്തേക്കും ഒരു സൈഡ് ഡിഷ് പോലെ ആവൂല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കറിയൊന്നുമില്ല. ഇപ്പോൾ ഒരു വയ്യായികയൊക്കെ വന്നപ്പോൾ നമ്മൾ കൂണിടുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പിടണം. കാരണം നമ്മൾ കൂണിനുള്ള ഉപ്പില്ലായിരുന്നു, തീ കുറച്ച് വെച്ചിട്ട്. പിടിച്ചോ, ഇല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിക്കോ? വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് വേവിക്കുക. വെള്ളം ഒഴിച്ചാണ് വേവിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഈ സംഭവം അങ്ങനെ അറിയില്ല. പക്ഷെ ഇച്ചിരി വെള്ളം ഒഴിക്കാം. കാരണം കൂണ് വേവണ്ടേ അല്ലേ ശരിക്കും. എന്തെങ്കിലും ഇതിൻ്റെ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് കലങ്ങി പിടിച്ച് ശരിയാകും. ഒരു ഇത്തിരി വെള്ളം എടുക്കുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി വെള്ളം എടുക്കുക. കുറച്ച് എപ്പോഴും വേണ്ട, ഒന്ന് ആവിക്ക് വേവാൻ വേണ്ടി മാത്രം മതി. ഇനി ആ പരന്ന പ്ലേറ്റ് ഉണ്ടായല്ലോ ഒരെണ്ണം, സ്റ്റീലിൻ്റെ. അപ്പോൾ നമ്മളിത് ഇളക്കി വെച്ചു, പൊത്തി വെച്ചു. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കണം. എന്നിട്ട് വേണം ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. കൂണൊന്ന് ആയതിനു ശേഷം മാത്രം തേങ്ങ ഇടാമെന്ന് വിചാരിച്ചിട്ട്. സത്യം ഞാൻ പറയാമല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോന്നുന്നു എനിക്ക് ഇത്ര പിടിപാടില്ല. എന്നാലും നമ്മൾ ശ്രമിച്ച് നോക്കി. മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി മുക്കി വെക്കണമായിരുന്നു. ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് പുരട്ടി നമ്മൾ വെക്കണമായിരുന്നു. എന്നിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാൻ അതിന് പകരം മഞ്ഞപ്പൊടിയല്ല ഞാൻ ചെയ്തത്, ഞാൻ വെള്ളത്തിൽ ഇട്ട് കുറേ നേരം വെള്ളത്തിൽ വിട്ടിട്ടാണ് ഞാൻ എടുത്തുണ്ടാക്കിയത്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പം മിസ്റ്റേക്ക് തിരുത്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കൂണ് വെന്തിട്ടുണ്ട്. തേങ്ങ കൂടി ചേർത്ത് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു. എന്താണെന്നറിയോ, കൂണ് കുറവാണല്ലോ. പിന്നെ ഇച്ചിരി തേങ്ങ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ കൂണും കൂടി ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ. ചോറ് വിസിൽ അടിച്ചിട്ടുണ്ട്. വിസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വാർക്കാം. എന്നിട്ട് നമുക്ക്
ഊണും കൂട്ടി കഴിക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. വെള്ളം ഒട്ടും ഒഴിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണയിൽ അല്ലെ ഓയിൽ ഏതാണോ അതിൽ ഇരുന്നിട്ടാണ് ഇത് വേവണമെങ്കിൽ. ഞാൻ വിചാരിച്ചു അങ്ങനെ വടിപ്പിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത്. തെറ്റ് പറ്റിയ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പറഞ്ഞു തരണേ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നല്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ചൂടുണ്ട് കേട്ടോ. എടുക്കും, ചൂടുണ്ട്. കുറച്ചിങ്ങനെ എടുക്കായിരുന്നു. ഉള്ളി എടുക്കും. ടേസ്റ്റ് ഉണ്ടോ അപ്പൂ? ഞാൻ നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോ നോക്കട്ടെ. സൂപ്പർ. വേറിട്ടോ ടേസ്റ്റ് കൊള്ളാല്ലേ? സൂപ്പർ ടേസ്റ്റ്. കുറച്ച് ഇളക്കി കൊടുത്തേക്കാം. എങ്ങനെയുണ്ട് അപ്പൂസേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ? ടേസ്റ്റ് ഇത് അടിപൊളി. തേങ്ങ ഇടുമ്പോൾ അത് ചീഞ്ചട്ടിയിലേക്ക് പിടിക്കണം, കുഴപ്പമില്ല. അപ്പം നമുക്ക് കഴിച്ചാലോ? അയ്യോ, കഴിക്കാൻ കഞ്ഞി ചോറ് ഊറ്റിയിട്ടില്ല. വിസിൽ പോയോ? വിസിൽ ചെറുതായി പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്നാലും നിങ്ങൾ സഹൃദയം ക്ഷമിച്ചുകൊണ്ട്. അങ്ങനെ എന്താ പറയില്ലേ നാടകത്തിൽ? നാടകം തുടങ്ങുന്നതിന് മുന്നേ അറിയത്തില്ല, അങ്ങനെ എന്തൊക്കെയാ പറയും, എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യേണ്ട എന്നാ നീ തന്നെ പറ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടെ നിൽക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്കും കൂടെ നിൽക്കുക. ഏത് ഞെക്കണം അപ്പോൾ ആഗ്രഹിക്കുന്നത്? മൂന്നും ഞെക്കണം എന്ന് ആഗ്രഹിക്കുന്ന കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എന്തായാലും നിങ്ങളുടെ ഇഷ്ടം അല്ലേ? നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ എന്താ? അപ്പോൾ ആലോചിക്കാം. ഭയങ്കര ആലോചനയാണ്. എന്താണ് അടുത്ത വീഡിയോ? അടുത്തത് കുക്കിംഗ് തന്നെയാ. കുക്കിങ്ങോ ഇനിയും അറിയില്ല കേട്ടോ. ചിലപ്പോൾ നിന്റെ ഡേ മൈ ലൈഫോ അമ്മയുടെയോ? നടന്നു അതൊന്നും ഇപ്പം ഇല്ല. അതൊക്കെ ചെടിയുടെ ഒക്കെ. ഓക്കെ, നമുക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ് 2-3 ദിവസമായിട്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് മാറ്റി നടന്നു. അതിൻ്റെതായ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.